കൊച്ചിയിലെ പ്രളയ ഫണ്ട് തട്ടിപ്പ് കൂടുതൽ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നു. 11 ഉദ്യോഗസ്ഥർക്ക് ജില്ലാ കളക്ടർ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തു. കളക്ടറേറ്റ് ജീവനക്കാരായ കൂടുതൽ ആളുകൾ തട്ടിപ്പിൽ ചേർന്നതായി ക്രൈംബ്രാഞ്ച് നേരത്തെ തന്നെ കണ്ടെത്തിയിരിക്കുന്നു. ഈ പ്രളയ ഫണ്ട് തട്ടിപ്പിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി സഹിൻ ആന്റണി കൊച്ചിയിൽ നിന്ന് തത്സമയം ചേരുന്നു. സഹിൻ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് സഹിൻ, പ്രളയ ഫണ്ട് തട്ടിപ്പിന്റെ കുറ്റപത്രം തയ്യാറാക്കാൻ തന്നെ കുറെ കാലമെടുത്തു. എന്നിട്ടിപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു. എന്താണ് വിശദാംശങ്ങൾ? പ്രളയ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട 2 കേസുകളാണ് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആദ്യ കേസിൽ 6 പ്രതികൾ ഉണ്ടായിരുന്നു. ആ പ്രതികളിൽ 2 പേർ ഇപ്പോഴും ഒളിവിലാണ്. അതായത് CPM നേതാക്കളായ അൻവറും അദ്ദേഹത്തിന്റെ ഭാര്യ ഗൗലത്തും അവർ ഇപ്പോഴും ഒളിവിലാണ്. രണ്ടാമത്തെ കേസ് 73 ലക്ഷത്തിലധികം രൂപ കളവ് പോയതായി അല്ലെങ്കിൽ പ്രളയ ഫണ്ടിൽ തട്ടിപ്പ് നടന്നതായി കണ്ടതിനെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തത്. ADMന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ADM നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഇത് രജിസ്റ്റർ ചെയ്തത്. എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കളക്ടറേറ്റിലെ കൂടുതൽ ജീവനക്കാർക്ക് ഈ തട്ടിപ്പിൽ പങ്കുണ്ടെന്നാണ്. 11 ജീവനക്കാർക്ക് ജില്ലാ കളക്ടർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നു. കാരണം ഇതിലെ പ്രധാന പ്രതിയായിട്ടുള്ള വിഷ്ണു പ്രസാദ് കളക്ടറേറ്റിലെ ജീവനക്കാരനായിരുന്നു. പ്രളയ ഫണ്ട് കൈകാര്യം ചെയ്തത് വിഷ്ണു പ്രസാദ് ആയിരുന്നു. ഇത് സാധാരണക്കാർക്ക് പ്രളയ ഫണ്ട് നൽകിയതായി ഇദ്ദേഹം വ്യാജ രസീതുകൾ തയ്യാറാക്കുകയും 287ഓളം വ്യാജ രസീതുകൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തുകയും ചെയ്തു. ഇതിൽ കൂടുതൽ ജീവനക്കാരുടെ പങ്കില്ലാതെ ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടത്താൻ കഴിയില്ല എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യം കളക്ടറെ അറിയിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് കളക്ടർ 11 കളക്ടറേറ്റ് ജീവനക്കാർക്കാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതിനിടയിലാണ് SKN സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിന്റെ ഒരു ഒത്തുകൊള്ളി ഉള്ളതായി ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഇതിലെ പ്രധാന പ്രതികളായിട്ടുള്ള CPM നേതാക്കൾ അടക്കമുള്ളവർക്കെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചില്ല. 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സ്വമേധയാ ജാമ്യം ലഭിക്കുകയും ചെയ്തു. എന്തായാലും പ്രളയ ഫണ്ട് തട്ടിപ്പ് മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്റെ ഒരു സംശയം, അതായത് ഈ പ്രളയ ഫണ്ട് തട്ടിപ്പിൽ പ്രതി ചേർക്കപ്പെട്ട CPM പ്രവർത്തകർ അവരുടെ അനുകൂല സംഘടനകളിലുള്ള ആളുകളാണോ ഈ കളക്ടറേറ്റിൽ ഇപ്പോൾ ജില്ലാ കളക്ടർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുള്ളത്? അപ്പോൾ രാഷ്ട്രീയമായി ഇതൊരു ഒത്തുകളിയാണെന്ന് മനസ്സിലാക്കാവും. മാത്രമല്ല, മറ്റൊരു കാര്യം, ഈ പ്രളയ ഫണ്ടൊക്കെ ഇങ്ങനെ കളക്ടറേറ്റിലുള്ള ആളുകൾ തന്നെ തട്ടിച്ചടിച്ചു മാറ്റിയാൽ ഈ പ്രളയം പോലെയുള്ള മഹാവിപത്തുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമ്പോൾ ഇതിനൊക്കെ സംഭാവന കൊടുക്കാൻ ആരാണ് ഇറങ്ങിത്തിരിക്കുക? സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം ഇത് ഒരു ചെറിയ തട്ടിപ്പാണെന്നായിരുന്നു ആദ്യമുള്ള പരിശോധനയിൽ മനസ്സിലായിരുന്നത്. എന്നാൽ പിന്നീട് വിശദമായ പരിശോധന നടത്തിയപ്പോൾ ഇത് കോടികളുടെ തട്ടിപ്പ്. ആദ്യ കേസിൽ 1,63 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് കണ്ടെത്തിയെങ്കിൽ രണ്ടാമത്തെ കേസിൽ തുടക്കം തന്നെ 73 ലക്ഷം രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ആ തട്ടിപ്പിന്റെ അല്ലെങ്കിൽ ഈ തുകയുടെ വ്യാപ്തി വർദ്ധിക്കാനാണ് സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ കോടികളുടെ തട്ടിപ്പായി ഇത് മാറുകയും ചെയ്യും. CPMന്റെ പ്രാദേശിക നേതാക്കൾക്ക് ഇതിൽ ബന്ധമുണ്ട്. ഒപ്പം തന്നെ CPMന്റെ അനുകൂല സംഘടനകൾക്ക് ഇതിൽ ബന്ധമുള്ളതായി മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ 11ഓളം ജീവനക്കാർക്ക് കളക്ടർ നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഒരു വലിയ സംഘമായി ചേർന്നുകൊണ്ട് ആളുകൾ കൂട്ടമായി ജനങ്ങളെ പറ്റിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നതും. മറ്റൊരു കാര്യം, അതായത് 90 ദിവസമായിട്ടും കോടതിയിൽ കുറ്റപത്രം നൽകാതെ പ്രതികൾ ജാമ്യത്തിൽ പോകാൻ സഹായിച്ച ഈ അന്വേഷണ ഉദ്യോഗസ്ഥനോട് നമുക്ക് സംസാരിക്കാൻ പറ്റും. കാരണം അയാൾ മനഃപൂർവ്വം ഈ പോലീസ് ഓഫീസർ ഇത് താമസിപ്പിക്കുകയും പ്രതികൾ ജാമ്യമെടുത്ത് പുറത്തു പോകാൻ അനുവദിക്കുകയും ചെയ്തിരിക്കുക. വലിയൊരു അപരാധമാണ് ഈ നാട്ടിലെ ജനങ്ങളോട് ഈ പോലീസ് ഓഫീസർ ചെയ്തിരിക്കുന്നത്. ഈ പോലീസ് ഓഫീസറോട് നമുക്ക് സംസാരിക്കാൻ പറ്റിയോ? അത് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഇത് ബോധപൂർവം കുറ്റപത്രം വൈകിപ്പിച്ചതല്ല, കേസിന്റെ വ്യാപ്തി കൂടുകയാണ്, കൂടുതൽ ആളുകളിലേക്ക് ഈ കേസ് എത്തും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല, അങ്ങനെയായിരുന്നെങ്കിൽ ക്രൈംബ്രാഞ്ചിന് രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. പോലീസ് ഓഫീസർമാരോട് ഒരു കാര്യം പറയാമായിരുന്നു. ഈ റേഷനറി വാങ്ങിച്ച് ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന പൊതുജനങ്ങളോട് ഇതുവല്ലം പറഞ്ഞാൽ അവർ വിശ്വസിക്കുമോ പോലീസ് ഓഫീസർ എന്നൊന്ന് ചോദിക്കാമായിരുന്നു. SKN ഇക്കാര്യമെല്ലാം നമ്മൾ അദ്ദേഹത്തോട് സൂചിപ്പിച്ചിരുന്നതാണ്. സാധാരണക്കാരൊന്നും ഇത് വിശ്വസിക്കില്ല നിങ്ങളുടെ ഈ വാക്കുകൾ എന്ന് നമ്മൾ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ അവർ പറയുന്ന ഒരു മറുപടി, ഈ രണ്ടാമത്തെ കേസിലും ഇപ്പോഴുള്ള പ്രതികൾ അറസ്റ്റിലാകും. മാത്രമല്ല, കൂടുതൽ ആളുകൾ ഇതിലേക്ക് അറസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും കാത്തിരുന്ന്